Hello everyone, welcome to the second part of the video, the Climate History 4 thesis by Dipesh Chakraborty, which comes under PGS3 Critical Studies 2. And in the first part of the video, we had discussed the introduction and the first two theses about environmental crisis, about how we are living in an Anthropocene era and how most of the environmental crises are the cause and effect of human induced activities itself. സോ ഇന്നത്തെ ഈ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള ആ ഒരു രണ്ട് തീസീസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. തേർഡ് തീസീസ് ഇസ് ടൈറ്റിൽഡ് ദ ജിയോളജിക്കൽ ഹൈപ്പോത്തസിസ് റിഗാർഡിംഗ് ദി ആന്ത്രോപോസീൻ റിക്വയർസ് us to put global history of capital in conversation with the species history of humans. ഇതിൽ പറയുന്നത് എങ്ങനെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കാരണമാകുന്നതെന്നാണ് പറയുന്നത്. കാരണം ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയാണ് അതിലൂടെ രൂപപ്പെട്ട് വരുന്നത്. അപ്പോൾ ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ ഓബ്വിയസ്ലി റിച്ച് പുവർ എന്നൊരു ഡിവിഷൻ കാണും. ഈ ഒരു ഡിവിഷനാണ് ബേസിക്കലി ക്ലൈമറ്റ് ചേഞ്ചിന് ഇത്രയും വലിയൊരു കാരണമാകുന്നത്. എങ്ങനെയാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ പുവർ ആയിട്ടുള്ള സെക്ഷന് എന്താണ് അവർക്ക് ഇല്ലാതെ പോകുന്നത്? ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ ഫെസിലിറ്റീസ്. അപ്പോൾ വീട്ടിൽ ഇപ്പോൾ സിറ്റീസിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യലി വെൽ ഓഫ് ആയിട്ടുള്ള ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിട്ടുള്ള ഗ്യാസ് സ്റ്റവ് അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കറൊക്കെ പാവപ്പെട്ടവർക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നിരിക്കട്ടെ, അവർക്ക് ഒരു പുക അടുപ്പ് അതുപയോഗിച്ച് മാത്രമേ ഭക്ഷണം പാകം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഒരു പുക കാരണം പൊല്യൂഷൻ, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നു, എയർ പൊല്യൂഷൻ്റെ ഒരു കാരണമായി വരുന്നു. അതുപോലെ തന്നെ ഈ ഒരു വിറകിന് വേണ്ടി മരങ്ങൾ വെട്ടേണ്ടി വരുന്നു, ഡിഫോറസ്റ്റേഷൻ്റെ ഒരു കാരണമായിട്ട് ഇത് വരുന്നു. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ പോലത്തുള്ള സൗകര്യങ്ങൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ അവർക്ക് പുഴയിൽ തന്നെ തുണി നനയ്ക്കുകയും മൃഗങ്ങളെ കുളിപ്പിക്കുകയും അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു. ഈ ഒരു പുഴയിലൂടെ അങ്ങനത്തെ രീതിയിൽ അവരെ വേസ്റ്റും ഈ ഒരു പുഴയിൽ തന്നെ ആയിരിക്കും തള്ളുന്നത്. അപ്പോൾ അങ്ങനെ വേറൊരു രീതിയിലുള്ളൊരു പൊല്യൂഷൻ വരുന്നു. പിന്നെ ഇൻഡസ്ട്രീസും ഫാക്ടറീസിലും കൂടുതലും ഈ ഒരു അൺട്രീറ്റഡ് ആയിട്ടുള്ള കെമിക്കൽസ്, പൊതുവേ ഫാക്ടറീസിൽ നിന്നുള്ള കെമിക്കൽസ് ട്രീറ്റ് ചെയ്തുകൊണ്ട് വേണം മാറ്റാനുള്ളതെന്നാണ് ഒരു നിയമമെങ്കിലും എത്ര പേര് അത് പാലിക്കുന്നു എന്നുള്ളത് സംശയമാണ്. കൂടുതലും ഇങ്ങനത്തെ അൺട്രീറ്റബിൾ ആയിട്ടുള്ള കെമിക്കൽസ് ആയിരിക്കും പുഴയിൽ ഒഴുക്കി വിടുന്നത്. ഇതൊക്കെ ആ ഒരു വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാരിലൂടെ രോഗങ്ങളായി സമൂഹത്തിൽ പടരുന്നു. അതുപോലെ തന്നെ കുറച്ചും കൂടി ഫിനാൻഷ്യലി വെൽ ഓഫ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കൂടുതലും ഒരു മെറ്റീരിയലിസ്റ്റിക് സൊസൈറ്റിയാണ്. പ്രോഫിറ്റിന് വേണ്ടി അല്ലെങ്കിൽ സിംപ്ലി സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രമായി പല രീതിയിലുള്ള പ്രോജക്ട്സ് പ്ലാൻ ചെയ്യുന്നു. റിസോർട്ട്സും ബിൽഡിങ്സും എല്ലാം തന്നെ പ്ലാൻ ചെയ്യുന്നു. അതിലൂടെ തന്നെ വീണ്ടും മരങ്ങൾ നശിപ്പിക്കുന്നു. സ്ഥലങ്ങൾ വളരെ നല്ലൊരു വിളവെടുപ്പ് കിട്ടാവുന്ന ഒരു സ്ഥലമായിരിക്കാം, അത്രയ്ക്ക് ഫെർട്ടൈലായിട്ടുള്ള സോയിലുള്ളൊരു സ്ഥലമായിരിക്കാം, എന്നാൽ പോലും അത് വെട്ടി നശിപ്പിക്കുന്നു. കീടനാശിനികൾ ഉപയോഗിച്ച് അത് തരിശു ഭൂമിയാക്കുന്നു. അവിടെ ജീവിക്കുന്ന മൃഗങ്ങളെ കൂടുതലും കൊന്നൊടുക്കുന്നു. അങ്ങനത്തെ രീതിയിൽ അവരുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ നശിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ക്യാപിറ്റലിസ്റ്റ് വേൾഡും അല്ലെങ്കിൽ ക്യാപിറ്റലിസവും ക്ലൈമറ്റ് ചേഞ്ചും കണക്റ്റഡായി വരുന്നത്. And then the author draws a distinction between recorded history and deep history. And recorded history is recorded documents to 10,000 years after agriculture or 4,000 years since the existence of written records or archive of the last 400 years, whereas deep history is the history that goes beyond the years of written record. And so, by giving this distinction, he wants to say that human history is a product of recorded and deep history, the genetic and cultural changes that created humanity over hundreds of thousands of years. നമുക്ക് അറിയാവുന്ന ഒരു ചരിത്രം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായിട്ടൊരു ചരിത്രമാണ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. വളരെ ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ളൊരു
ഹിസ്റ്ററിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ 2 ഡിവിഷൻ വരുന്നതാണ് റെക്കോർഡഡ് ഹിസ്റ്ററി, ഡീപ്പ് ഹിസ്റ്ററി. റെക്കോർഡഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത് അഗ്രികൾച്ചർ പരിചയപ്പെടുത്തിയതിന് ശേഷം, പോപ്പുലർ ആയതിനു ശേഷമുള്ള ഒരു 10,000 വർഷങ്ങൾക്കപ്പുറമുള്ള ഡോക്യുമെൻറ്റ്സ്, അത് റെക്കോർഡ് ചെയ്ത് വരുന്ന റെക്കോർഡഡ് ഹിസ്റ്ററി. അല്ലെങ്കിൽ നമ്മൾ എന്നാണോ റിട്ടൺ റെക്കോർഡ്സും ഡോക്യുമെൻറ്റ്സും ചെയ്യാൻ തുടങ്ങിയത്, അതിനുശേഷം വരുന്ന ഒരു 4,000 വർഷം അപ്പുറമുള്ളൊരു ചരിത്രം, അതിനെയൊക്കെയാണ് റെക്കോർഡഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതിനും മുമ്പുള്ള ചരിത്രത്തെയാണ് ഡീപ്പ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഹ്യൂമൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇത് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ആ ഒരു ഡിവിഷൻ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അതിലൊന്നും തന്നെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാകില്ല. കാരണം എന്താണ്, ഇപ്പം മാത്രമാണ് അത് ഇത്രയും വലിയൊരു കൺസേൺ ആയിട്ട് വരുന്നത്. And he also says that global warming not only threatens the geological planet itself, but the biological and geological condition of the humans themselves. And this is how he introduces the term species into this essay. It's a word that Wilson or Crutzen, 2 critics, uses to designate life in the human form. Species എന്ന് പറയുന്നത് കൂടുതലും ആ ഒരു വാക്ക് മനുഷ്യരായിട്ട് കണക്ട് ചെയ്താണ് കൂടുതലും പറയുന്നത്. അതും ഈ ഒരു എസ്സേയിൽ വരുന്നത് ക്ലൈമറ്റ് ചേഞ്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ടേമിനെ കുറിച്ച് പറയുന്നത്. He says the term won't occur in any standard analysis of globalization, as it depends on the recent and recorded history of humans. And he says, according to the critic Michael Geyer and Charles Bright in the book World History in a Global Age, published in 1995, we live in an integrated world of multiple and multiplying modernities. We also see the polarizing of humanity into poor and rich, and human beings collectively constitute themselves and thus are responsible for themselves. അപ്പോൾ ഇതിൽ പറയുന്നത് സ്പീഷീസ് എന്നൊരു ടേമിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അത് മാത്രമല്ല, അത് കൂടുതലും ഹ്യൂമൻസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നൊരു ടേമാണ്. ആ ഒരു ഹ്യൂമൻസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് പോപ്പുലർ ആകുന്നൊരു ടേമാണ്. കാരണം ഹ്യൂമൻസിൻ്റെ അകത്താണ് ഇത്രയും ഒരു മൾട്ടിപ്പിൾ ഐഡൻറ്റിറ്റീസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മോഡേണിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം വന്നിട്ടുള്ളത്. വേറൊരു കാര്യം ഞാൻ പറഞ്ഞ പോലെ, ക്യാപിറ്റലിസം എന്ന കാര്യം പറഞ്ഞ പോലെ തന്നെ ഹ്യൂമൻസിൻ്റെ ഉള്ളിലാണ് ഈ ഒരു പുവർ റിച്ച് എന്നുള്ളൊരു ഡിവിഷൻ വരുന്നത്. ആ ഒരു ഡിവിഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ചില ആൾക്കാർക്ക് കുറേ അധികം ഫെസിലിറ്റീസ് ഉണ്ട്, ബാക്കി ചിലർക്ക് അങ്ങനത്തെ യാതൊരു ഫെസിലിറ്റീസും ഇല്ലാതെ പോകുന്നത്. അങ്ങനത്തെ രണ്ടും ഒരു രീതിയിൽ എൻവയോൺമെൻ്റൽ ക്രൈസിസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിവിഷനും അതിലൂടെയുള്ള ഒരു ഉപയോഗവും കൊണ്ട് തന്നെയാണ് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ക്ലൈമറ്റ് ക്രൈസിസിന് മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത്. And Anthropocene scientists are saying that since humans have acquired the status of geological force by dominating other species, they have become a natural condition. സ്പീഷീസ് എന്ന് പറയുന്നത് ബാക്കിയുള്ള മൃഗങ്ങളെയും നമ്മൾ ആ ഒരു ടേം വെച്ച് പറയാറുണ്ട്. പക്ഷെ എന്നാൽ പോലും ഹ്യൂമൻ സ്പീഷീസിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അവരാണ് ഡോമിനൻ്റായി നിൽക്കുന്നത്. കാരണം എന്താണ്, നമ്മളൊരു ബയോളജിക്കൽ ഏജൻസ് മാത്രമല്ല, ഇപ്പോൾ നമ്മളൊരു ജിയോളജിക്കൽ ഏജൻസും കൂടിയായി മാറി. കാരണം ക്ലൈമറ്റിനെ തന്നെ മാറ്റാൻ പറ്റുന്ന രീതിയിൽ, അത്രയും അതിൻ്റെ ഒരു പ്രകൃതിയെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളർന്ന ആകെ ഒരു സ്പീഷീസ് എന്ന് പറയുന്നത് മനുഷ്യരാണ്. And that's how he says the dangerous historical examples of political use of biology as example. Basically, കോൾഡ് വാറിൻ്റെ സമയത്ത് ന്യൂക്ലിയർ വെപ്പൺസ് ഒരു എക്സാമ്പിളാണ്. കാരണം ഇങ്ങനത്തെ യുദ്ധത്തിൻ്റെ സമയത്ത് ഇങ്ങനത്തെ മിസൈൽസും അങ്ങനത്തെ ആണവ ബോംബുകളും ഉപയോഗിക്കുന്നു. അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് വർഷങ്ങളോളം നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഹിറോഷിമ നാഗസാക്കി ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. ഇപ്പോഴും അങ്ങനത്തെ പ്രദേശങ്ങളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ഡിസബിലിറ്റി സംഭവിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? ആ ഒരു സ്ഥലത്തുള്ള ആ ഒരു റേഡിയേഷൻ്റെ പ്രസൻസ് കൊണ്ടാണ്. സോ അതാണ് ആ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്.
And then he says anthropogenic factors contributing to global warming influence of West on developing countries to attain power, politics and global domination through capitalist, economic, technological and military might. ഈ ഒരു പോയിന്റ് പറയുന്നത് ബേസിക്കലി ആണവ ബോംബിനെ കുറിച്ചൊക്കെ പറയുന്ന കാര്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ്സ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്, കൂടുതലും വെസ്റ്റേൺ ഒരു ഇൻഫ്ലുവൻസ് ആണ് വരുന്നത്. ഡെവലപ്പിംഗ് കൺട്രീസ് ആയിട്ടുള്ള ഇന്ത്യ ഉൾപ്പെടെ ഡെവലപ്പിംഗ് കൺട്രീസ് ആയിട്ട് വരുന്ന രാജ്യങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു ഗൈഡായിട്ട് പ്രവർത്തിക്കുന്നത് ഒബ്വിയസ്ലി ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളാണ്, നെയിംലി വെസ്റ്റേൺ രാജ്യങ്ങളാണ്. അപ്പോൾ അവിടെ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളൊരു മോഡലായിട്ട് എടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തും പരീക്ഷിക്കുന്നത്. അവർ ആണവ ബോംബ് പരീക്ഷിച്ചു, അത് വിജയമായി, അതായത് യുദ്ധം ജയിക്കാൻ പറ്റിയെന്ന് കണ്ടപ്പോൾ ഉടനെ തന്നെയാണ് ന്യൂക്ലിയർ ബോംബ്സിൻ്റെ ആ ഒരു പോപ്പുലാരിറ്റി കൂടിയതും എല്ലാവരും അതൊരു വെപ്പണായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസ് എല്ലാ സ്പിയറിലും, പൊളിറ്റിക്സ് ആയാലും എക്കണോമിക്സ് ആയാലും ടെക്നോളജി ആയാലും മിലിറ്ററി ആയാലും എല്ലാ രീതിയിലും ഒരു ഇൻഫ്ലുവൻസ്, കൂടുതലും വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് കാണാറുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗ്ലോബൽ ഈ ഒരു ക്യാപിറ്റലിസം എടുക്കുമ്പോഴും ഇങ്ങനത്തെ ഇൻഫ്ലുവൻസ് നിലനിൽക്കുന്നതുകൊണ്ടാണ് കൂടുതൽ ഇങ്ങനത്തെ പ്രകൃതിക്ക് ഒരു ഭീഷണിയായിട്ടുള്ള ആക്ടിവിറ്റീസ് കൂടാനും കാരണം. ആൻഡ് ദാറ്റ്സ് വൈ ഹി സെസ് ദി പുവറർ സെക്ഷൻ ഓഫ് ദി വേൾഡ് ഷുഡ് ബി എക്സ്ക്ലൂഡഡ് ഫ്രം ദ ബ്ലെയിം ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആക്ച്വലി, because the one most eligible to be blamed are the rich nations and the richer class of the poor ones. And he also says that there are boundary parameters of human existence such as temperature, zone in which the planet exists, that is interdependent of capitalism or socialism, and they have been stable for much longer than the histories of this institution and have allowed human beings to become the dominant species on earth. വേറൊരു കാര്യം അദ്ദേഹം പറയുന്നത്, ഈ ഒരു ഭൂമിയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ചില ബൗണ്ടറി പാരാമീറ്റേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത് തന്നെ അതിന് കാരണം എന്താണ്, അത്രയും സ്യൂട്ടബിൾ ആയിട്ടൊരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ അത്രയും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്രഷർ, അതെല്ലാം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പ്ലാനറ്റിൽ ജീവൻ നിലനിൽക്കുന്നത്. അങ്ങനത്തെ സ്യൂട്ടബിൾ ആയിട്ടൊരു കണ്ടീഷൻ ഉള്ളത് കൊണ്ട്. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്, ക്യാപിറ്റലിസത്തിലൂടെ ഇങ്ങനത്തെ ഓരോ രീതിയിലുള്ള ആക്ടിവിറ്റീസും കൂടുന്നതിലൂടെ ഓസോൺ പാളിയിൽ വരുന്ന വിള്ളൽ നമ്മൾ വർഷങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്, സ്കൂളുകളിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഓസോൺ പാളിയിൽ ഒരു ഇങ്ങനത്തെ ഡിപ്ലീഷൻ വരുന്നതെന്ന് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാരണമാണ്. അപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മുടെ കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്, നമ്മുടെ പ്രോഫിറ്റ് മാത്രമാണ് നോക്കുന്നത്. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനത്തെ പല ആക്ടിവിറ്റീസും കാരണം ഈ ഒരു പാരാമീറ്റേഴ്സ്, നമ്മുടെ ജീവൻ നിലനിർത്താൻ സൂട്ടബിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ ടെമ്പറേച്ചർ പോലത്തുള്ള പാരാമീറ്റേഴ്സ് അതിനൊരു കോട്ടം തട്ടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം നമുക്കറിയാം. ജൂണിൽ പെയ്യേണ്ട മഴ ഡിസംബറിലാണ് പെയ്യുന്നത്. ഡിസംബറിൽ തോന്നേണ്ട ഒരു തണുപ്പ് ഒരു ജാനുവരി ഫെബ്രുവരി ആകുമ്പോൾ തോന്നുന്നു. ഈ ഒരു സമയം വരേണ്ട ചൂട് ചിലപ്പോൾ വരാറുണ്ട്, അല്ലെങ്കിൽ ആ സമയമായിരിക്കും മഴ പെയ്യുന്നത്. മാത്രമല്ല ഇനി ചൂടുണ്ടെങ്കിൽ തന്നെ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ചൂടാണ്. സൂര്യാഘാതം ഏറ്റ് ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നു. മഴ പെയ്യുമ്പോൾ ഒരുപാട് വെള്ളക്കെട്ടും പ്രളയം വരെ സംഭവിക്കുന്നു. തണുപ്പാണെങ്കിലും ഒരു മൂടൽ മഞ്ഞ്, പരസ്പരം കാണാൻ പറ്റാത്ത രീതിയിലുള്ളൊരു മൂടൽ മഞ്ഞായിട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനത്തെ എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻസ് വരുന്നത് ഈ ഒരു ബൗണ്ടറി പാരാമീറ്റേഴ്സിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത് ഇനിയും തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന പാരാമീറ്റേഴ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതിന് കോട്ടം തട്ടുന്നു എന്ന് പറയുകയാണെങ്കിൽ ഇനി എത്ര വർഷം കൂടി ഈ ഒരു ഏർത്തിൽ തന്നെ ജീവൻ നിലനിൽക്കുമെന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആൻഡ് that's what he says. He gives some examples. Changing climate, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. Increasing average temperature of the planet, acidity and the levels of ocean,
destroying the food chain by killing animals. And such actions cannot be in the interest of our life, because humans are a species dependent on other species for its own existence, a part of the general history of life. Thus, the crisis of climate change calls for thinking in terms of both capital and species history. കൂടുതലും ഇങ്ങനത്തെ സംഭവങ്ങൾ വരുന്നത് മനുഷ്യരുടെ ഒരു വിചാരം നമ്മൾ മാത്രമാണ് ഈ ഒരു ലോകത്ത് ആകെ ഉള്ളൊരു സ്പീഷീസ് എന്നുള്ള രീതിയിലുള്ളൊരു ചിന്തയാണ്. പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ എത്രമാത്രം നമ്മൾ ബാക്കിയുള്ള സ്പീഷീസിനെ കൊന്നൊടുക്കുന്നോ ആ ഒരു ഫുഡ് ചെയിൻ അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരു ബാലൻസ് തെറ്റുന്നു. അതുകൊണ്ടാണ് ഇത്രയും രീതിയിൽ ഒരു എക്സ്ട്രീമായിട്ടൊരു ചേഞ്ചസ് നമ്മുടെ പ്രകൃതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദി തേർഡ് thesis. Okay, so fourth thesis is titled The Cross-Hatching of Species History and the History of Capital as a Process of Probing the Limits of Historical Understanding. And in this thesis, he basically stresses on human understanding or human consciousness as a mode of self-knowledge garnered through critical reflections on one's own and others' experience. ഇതിൽ അദ്ദേഹം ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞു ഈ ഒരു സ്പീഷീസ് എന്നുള്ളൊരു ടേമും അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ളൊരു ചർച്ചയും തന്നെ വളരെ റീസെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണ്, നമ്മുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ആരും ഈ ഒരു കാര്യം അത്രയും കൺസേൺ ആയിട്ട് ചർച്ച ചെയ്യേണ്ടി വന്നിരുന്നില്ല. ഇപ്പോഴത്തെ ഒരു ഒരു ലൈഫ് സ്റ്റൈൽ ആണ് കൂടുതലും ഇങ്ങനത്തെ ഒരു ഇത്രയും എക്സ്ട്രീം ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ചേഞ്ചിന് കാരണം. So what we need is an historical understanding. We should know what our history is, and that human history is not what should be there. We should also think about the animals and the flora, the fauna, and also try to bring in a general history. So he says that the discussion about the crisis of climate change can thus produce affect and knowledge about collective human past and future that works at the limit of historical understanding. This critique that sees humanity as an effect of power is, of course, valuable for all hermeneutics of suspicion that it has taught post-colonial scholarship. He gives some examples. First, we are haunted by our sense of the current crisis, because how else would one understand the title of Weizmann's book, The World Without Us, or the appeal of his brilliant though impossible attempt to depict the experience of New York after we are gone. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്രൈസിസ്, അതായത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നും ഭാവിയിൽ ഒരു ഡിസ്റ്റോപ്പിയൻ ആയിട്ടുള്ളൊരു സൊസൈറ്റി ആയിരിക്കാൻ വരുന്നതെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ എല്ലാവരുടെയും പേടി സ്വപ്നമായി മാറിയൊരു കാരണം അല്ലെങ്കിൽ വേൾഡ് വിത്തൗട്ട് അസ് എന്നുള്ളൊരു ബുക്കിൽ മനുഷ്യരാശി ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് പറയുന്നു. അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്കറിയാം അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഒരു ഐഡിയ, ഒരു ഇമാജിനേഷൻ നമുക്ക് പറ്റുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, അത് ഫസ്റ്റ് ആയിട്ടുള്ളൊരു ഒബ്സർവേഷനാണ്. സെക്കൻഡ് ഒബ്സർവേഷൻ പറയുന്നത് ദി വാൾ ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി ഹാസ് ബീൻ ബ്രീച്ച്ഡ്. We may not experience ourselves as geological agent, but we appear to have become one at the level of species. And without that knowledge that defies historical understanding, there is no making sense of the current crisis that affect us all. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത്, ഓൾറെഡി ഹ്യൂമൻ നാച്ചുറൽ ഹിസ്റ്ററി എന്നുള്ളൊരു ഡിവിഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കൂടുതലും ഹ്യൂമൻ ഹിസ്റ്ററിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്രൈസിസ് ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ജിയോളജിക്കൽ ഏജൻ്റ് ആണ് എന്നുള്ളൊരു റിയലൈസേഷൻ നമുക്ക് എത്തേണ്ട സമയമായി. കാരണം നമുക്കൊരു പക്ഷെ തോന്നുന്നില്ലായിരിക്കും, നമ്മൾ ഓരോ ചെയ്യുന്നു, പുഴയിൽ കൊണ്ട് വേസ്റ്റ് എറിയുന്നു, ഇവിടെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഇല്ലാത്തതുകൊണ്ടെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഫാക്ടറിയിൽ നിന്ന് കെമിക്കൽ വിടുന്നു, ആര് കാണാനാന്നുള്ളൊരു രീതിയിലാണ് അവർ ട്രീറ്റ് ചെയ്യാതെ കെമിക്കൽ ഒഴുക്കി വിടുന്നത്.
അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ നമ്മൾ ജിയോളജിക്കൽ ഏജൻ്റായി മാറുകയാണ്, പക്ഷെ നമ്മളത് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിങ് വേണമെന്ന് പറയുന്നത്. കാരണം ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിങ്ങനെ ഒരു ഏജൻ്റ് ആണെന്നുള്ളൊരു ബോധം നമുക്ക് വരത്തുള്ളൂ. നമുക്ക് ഇനിയെങ്കിലും നമ്മുടെ പ്രവർത്തികളൊന്ന് മാറ്റി അല്ലെങ്കിൽ മാറ്റാൻ ശ്രമിക്കാൻ പറ്റത്തുള്ളൂ. So in conclusion, basically, he says that climate change is an unintended consequence of human action and shows only through scientific analysis the effect of our action as species. Species may indeed be the name of a placeholder for an emergent new universal history of humans that flashes up in a moment of the danger that is climate change. But we can never understand this universal. Yet climate change poses for us a question about human collectivity and us, pointing to a figure of the universal that escape our capacity to experience the world. ഇതിൽ കൂടുതലും പറയുന്നത് എങ്ങനെയാണ് ക്ലൈമറ്റ് ചേഞ്ച് കൂടുതലും പറയുകയാണെങ്കിൽ ഒരു അൺഇൻറ്റൻഷണൽ ആയിട്ടുള്ളൊരു എഫക്റ്റാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ ആരും ശ്രദ്ധിക്കത്തില്ല, ഇതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാരണങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കോൺസിക്വൻസ് ആണ് ഇപ്പം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ അത് ഒന്ന് മാറി ചിന്തിക്കണമെങ്കിൽ ഈ ഒരു ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. നമ്മൾ ഒരു ജിയോളജിക്കൽ ഏജൻ്റ് കൂടിയാണെന്നുള്ളൊരു റിയലൈസേഷൻ വേണം. ഹ്യൂമൻ ഹിസ്റ്ററി, നാച്ചുറൽ ഹിസ്റ്ററി രണ്ടും രണ്ടല്ല, കണക്റ്റഡ് ആണ്, ഇൻ്റർ കണക്റ്റഡ് ആണെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇനിയെങ്കിലും നമുക്ക് മാറി ചിന്തിക്കാനും മാറി പ്രവർത്തിക്കാനും പറ്റും. ഒരു പക്ഷേ ആ ഒരു നമ്മൾ പറയുന്ന ആ ഒരു ഡിസ്റ്റോപ്പിയൻ സൊസൈറ്റിയിലേക്ക് നമുക്ക് പോകാതിരിക്കാൻ പറ്റും. സോ ദാറ്റ്സ് ബേസിക്കലി ദി എൻഡ് ഓഫ് ദി essay. So if you are able to understand this, do like the video and share your opinion as well. And I'll see you in the next video. Till then, take care. And thank you for your patient listening.